പ്രിയപ്പെട്ടവരെ, അങ്ങാടിപ്പുറത്ത് പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്ത് നടന്ന ബാംഗ്ലൂർ സ്റ്റോൺ, അതുപോലെ തന്നെ താണ്ടൂരിന്റെ കോബിൾ സ്റ്റോൺ, അതുപോലെ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച ഒരു വർക്കിന്റെ വീഡിയോ ആണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ പുറകിലായിട്ട്. ആളുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ മാത്രമാണത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ. പ്ലാനും അത് അവര് ചെയ്തു വെച്ചൊരു 2D പ്ലാൻ ഉണ്ടായിരുന്നു, അത് 3D പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ മനോഹരമായിരുന്നു. അപ്പൊ നമ്മൾ അതുപോലെ കോപ്പി ചെയ്തു എന്നുള്ളതാണ് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തരത്തിലുള്ള വീടിന്റെ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഞങ്ങളത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പേയബിൾ ആണ്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. 3D 2D ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ വേണ്ടവര് അങ്ങനെ ബന്ധപ്പെടാം. ചെയ്യുന്നതിന് മുൻപ് നമ്മളെ ഈ വീട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ള ആദ്യം നമ്മൾ സംസാരിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം അത് 2D 3D എന്താ വേണ്ടിച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിക്കുന്നതെന്ന് വിചാരിക്കുക. ബാംഗ്ലൂർ സ്റ്റോൺ വിരിക്കുമ്പോൾ അതിന്റെ കളർ അത് താണ്ടൂർ സ്റ്റോണിന്റെ ഡിഫറന്റ് ആണ്. അപ്പൊ താണ്ടൂർ സ്റ്റോണിന്റെ കോബിൾ വെക്കാൻ ശ്രമിക്കുക. താണ്ടൂർ സ്റ്റോൺ വിരിക്കുന്ന ഭാഗത്ത് ബാംഗ്ലൂർ സ്റ്റോണിന്റെ ചിലവ് കുറഞ്ഞ കോബിളൊക്കെ ഉണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ വളരെ കോസ്റ്റ്ലി അല്ലെന്ന്. താണ്ടൂർ സ്റ്റോണിന്റെ അത്രയും വില വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺ ഉണ്ട്. നെൽസാപുരത്ത് വരുന്ന ഒരു സ്റ്റോൺ ഉണ്ട്. ഹാഫ് കട്ടിങ് കല്ലൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കളേഴ്സിൽ ചേഞ്ച് വരും. ഇനിയിപ്പോ നമുക്ക് താണ്ടൂര് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ചെറിയ കട്ടയാകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എങ്കിലും പെർഫെക്ഷന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാംഗ്ലൂർ സ്റ്റോണിന്റെ തന്നെ എടുക്കണം. അപ്പൊ ഇതാണ് ആ പറഞ്ഞ വീട്. ഇവിടെയാണ് നമുക്ക് വർക്ക് ഉള്ളത്. അവിടുത്തെ ആദ്യ രൂപം ഇങ്ങനെയായിരുന്നു. 3x2 ഫുൾ മെഷർമെന്റ് സ്റ്റോണും അതുപോലെ തന്നെ 4 ഇഞ്ചിന്റെ കോബിളും ഡിസൈൻ ചെയ്യാനാണ് ഇവിടെ വിരിച്ചത്. കംപ്ലീറ്റ് ഡിസൈനും ആ ഹൗസ് ഓണർ തന്നെ ആയിരുന്നു. അദ്ദേഹം ചെയ്ത 3D ഡിസൈനിലും 2D ഡിസൈനും നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട് അതിമനോഹരമാക്കി മാറ്റാൻ കഴിയും. 3Dയോ 2Dയോ വേണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വേണം, താണ്ടൂർ സ്റ്റോണിന്റെ കോബിൾ വേണം, ബാംഗ്ലൂർ സ്റ്റോണിന്റെ 3x2 സ്റ്റോൺ വേണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഇന്റർലോക്കിന്റെ 1-2 ലൈനുകളും ചെയ്യണം. അതുപോലെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഒരു പാത്ത് വേ ചെയ്യണം. അതുപോലെ വീടിന്റെ ഒരു വശത്ത് പാത്ത് വേ ചെയ്യണം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനുകളായിരുന്നു ഈ വീട്ടിൽ നമ്മൾ വിരിച്ചത്. ഇതുപോലെ കോബിള് ഒരു 3 ലൈന് 4 ലൈനോളം കോബിൾ വരുന്നുണ്ട്. കോബിൾ സ്റ്റോൺ നമ്മൾ വിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈന് കൃത്യമായിട്ട് നോക്കുക. എപ്പോഴും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ എടുക്കുമ്പോൾ ഇന്റർലോക്ക് ബ്രിക്സ് പോലെ വളരെ പെർഫെക്ഷൻ ആയിട്ടൊന്നും കിട്ടില്ല. അപ്പൊ അത് നമ്മൾ കല്ലുകൾ മെഷർമെന്റ് ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ വൃത്തിയിൽ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. അത് പരിക്കലിലാണ് നമ്മൾ ചെയ്യുക. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഗ്രൗട്ട് ഇട്ടിട്ട് ഫിക്സ് ചെയ്യുക. അങ്ങനെയാണ് ഈ കോബിൾ വെക്കുന്ന രീതി എന്ന് പറയുന്നത്. കോബിൾ നമ്മൾ പൊതുവെ വെക്കാറുള്ളത് റാമ്പിൽ ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് 1-2 ലൈനുകളിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ആയിട്ട് പേൾ ഗ്രാസും ചെടികളും ഇവരെ ട്രോപ്പിക്കൽ ടൈപ്സ് പ്ലാന്റുകളാണ് വെച്ചത്. നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഇത് കാണാം. പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ ഫുൾ മെഷർമെന്റ് 3x2 സ്റ്റോൺ തന്നെയാണ്. ഞാൻ പറഞ്ഞു 3x2 ഫുൾ മെഷർമെന്റ് എപ്പോഴും എടുക്കാം. കാരണം ഹാഫ് മെഷർമെന്റ് എടുക്കരുത്. ഫുൾ ബോക്സ് കട്ടിങ് ഒരിക്കലും ആവശ്യമില്ല. ഫുൾ ബോക്സ് കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ ജോയിൻ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ. എപ്പോഴും നമ്മൾ ഹാഫ് കട്ടിങ് ഫുൾ മെഷർമെന്റ് എടുക്കുക. അപ്പൊ നമുക്ക് ഫിനാൻഷ്യലി അത് വളരെ ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ അടുപ്പിച്ച് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫുൾ ബോക്സ് കട്ട് തന്നെ എടുക്കണം. എന്നാലും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഫുൾ മെഷർമെന്റ് സ്റ്റോൺ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ അവിടുത്തെ വിരിയോ ഒക്കെ കഴിഞ്ഞു. വളരെ മനോഹരമായി വിരിച്ചു. ഇതിന്റെ ഇടയിലൂടെ ഒരു കറുത്ത് ഒരു കോഫി കളർ പോകുന്നുണ്ട്. അത് ഇന്റർലോക്ക് ആണ്. ഇന്റർലോക്കിന്റെ ഒരു ലൈൻ ഡിസൈൻ ചെയ്താണ്. ഇത് കണ്ടില്ലേ, ഈ ഡിസൈൻ, ഈ സംഭവം ഇന്റർലോക്ക് കൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതൊക്കെ പുള്ളിയുടെ പ്ലാനിങ്ങിൽ കടപ്പായിരുന്നു. അപ്പൊ അത് മാറ്റി ഇന്റർലോക്ക് ആക്കി. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മുറ്റായിരുന്നു. അപ്പോൾ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ടുള്ള ഏരിയ അത്യാവശ്യം മോഡലിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇത് പ്ലാന്ററി ബോക്സ് ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു പ്ലാന്ററി ബോക്സ് ഉണ്ട്. അങ്ങനെ അതുപോലെ സൈഡിലുണ്ട്. ഇവിടെ നമുക്ക് കോബിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലാന്റ്സുകളൊക്കെ വന്നതിന് ശേഷം മാത്രമേ കോബിൾ ലാസ്റ്റ് ടൈമിലേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് കോബിൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് ഈ കോബിൾ കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇന്റർലോക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് അതുപോലെ പാസേജ് ഒരു പാത്ത് വേ വരുന്നത്. അത് ബാംഗ്ലൂർ സ്റ്റോൺ 3x2 2 മുറിച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിലൊക്കെ പ്ലാന്റ്സുകൾ, അതുപോലെ ഫിംഗർ അരളിയുണ്ട്, അതുപോലെ ഫിംഗർ പാം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ, മാൽപീജി ഉണ്ട്. അങ്ങനെ എല്ലാ പ്ലാന്റ്സുകളും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. നമ്മൾ ഗ്രാസ് വെക്കണ പേൾ ഗ്രാസ് വെക്കുന്ന ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാനാണ് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത് അവർ ചെയ്ത് തന്നെയാണ് കേട്ടോ. ഈ ലാൻഡ്സ്കേപ്പിനെ വിളിച്ച സമയത്ത് നമുക്ക് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പാത്ത് വേ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു, പെബിൾസും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഈ പേൾ ഗ്രാസ്, അതുപോലെ മറ്റുള്ള ഈ ഇതാണ് ട്രോപ്പിക്കൽ ഗാർഡൻ. ട്രോപ്പിക്കൽ ഗാർഡൻ നമ്മൾ ചെയ്യാറുണ്ട്. ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാത്തിയ ലോത്തിയ, ഹെലിക്കോണിയല്ല, പിന്നെ അലോക്കേഷ്യ, അങ്ങനത്തെ കുറെ പ്ലാന്റ്സുകളുണ്ട്. ഫിംഗർ അരളിയ, അംബ്രല്ല പ്ലാന്റ്, ഇതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. കണ്ടില്ലേ, പാസേജിലൊക്കെ നമുക്ക് ഇത് വന്നു. ഇതൊരു മാൽപീജി അവിടെ ഉണ്ട്, പീസ് ലില്ലി ഉണ്ട്, ഫിംഗർ പാം ഉണ്ട്,
അതുപോലെ ഒരു ടെർമിനാലിയ വൈറ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ പ്ലാന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കോബിളിന്റെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കോബിളിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ അടുത്തുള്ള ഒരു അഗ്ലോണിമയാണ്. അഗ്ലോണിമകൾ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ എത്ര മനോഹരമാണ് അവരുടെ വീടിന്റെ വർക്ക് കഴിഞ്ഞപ്പോൾ. കോബിളൊക്കെ കഴിഞ്ഞു, പേൾ ഗ്രാസ് വെച്ച് കഴിഞ്ഞു, പാത്ത് വെട്ട് കഴിഞ്ഞു. അപ്പൊ ഇതുപോലെയൊക്കെ നമ്മുടെ വീടുകൾ മനോഹരമാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഒരിക്കലും മടിക്കണ്ട. കണ്ടില്ലേ, ഏത് വീടും ഇതുപോലെ, ഏത് വീടിന്റെ മുറ്റവും ഇതുപോലെ മനോഹരമാക്കാം. നിങ്ങളെ കൊമേഴ്ഷ്യൽ ഏരിയ ആണെങ്കിലും അതിനും ഇതുപോലെ മനോഹരമാക്കാം. അതിന് നമുക്ക് കല്ലുകളൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും തിക്നെസ് കൂടിയ കല്ല് എടുക്കണം. കണ്ടില്ലേ, മാൽപീച്ചിയം കണ്ടില്ലേ, പീസ് ലില്ലി, ഫിംഗർ പാം, എത്ര ക്യൂട്ടാണ് ആ വീട് കാണാൻ. ആ വീടിന്റെ പോലെ തന്നെ അതിമനോഹരമായി അവരുടെ മുറ്റവും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുമുറ്റം ചെയ്യാനുണ്ടെങ്കിൽ, കൊമേഴ്ഷ്യൽ ഏരിയകൾ ചെയ്യാനുണ്ടെങ്കിൽ, അവിടെ നമുക്ക് താണ്ടൂർ സ്റ്റോണിന്റെ 50 അല്ലെങ്കിൽ നമുക്ക് കോബിൾ സ്റ്റോൺ ഒക്കെ വെക്കാം. ഇന്റർലോക്കിന്റെ ബ്രിക്സ് അല്ല പറയുന്നത് കേട്ടോ, സ്റ്റോൺ ആണ് നാച്ചുറൽ ആയിട്ടുള്ള. അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. അതുപോലെ പ്ലാന്റേഷൻ, ചെടികൾ, കാര്യങ്ങൾ, ലാൻഡ്സ്കേപ്പ്, അങ്ങനെ പെബിൾസിന്റെ വർക്കുകൾ, ഇതൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. വിളിക്കാൻ മറക്കുമ്പോൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. താങ്ക് യു.